പ്രിയപ്പെട്ട ഭാരതീയരെ, വളരെ വേദനാജനകമായൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് 3-ന് ശേഷം കേട്ടത്. വേദനാജനകം എന്നൊരു വാക്ക് വളരെ ലളിതമായി പോകും. ഭീകരജനകം. അതിന് വേറെ വാക്കുകൾ പുതിയത് വല്ലതും കണ്ടുപിടിക്കാൻ സാധിക്കുന്നെങ്കിൽ ആരെങ്കിലും മലയാള ഭാഷയിൽ വൈദഗ്ധ്യമുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ജമ്മു കാശ്മീരിലെ പെൽഹാമിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയുടെ പശ്ചാത്തലം, പൈൻ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന സ്ഥലം, പച്ചപ്പരവതാനി വിരിച്ചിരിക്കുന്ന സ്ഥലം, ആർക്കും ഏതു സമയവും സ്വസ്ഥമായി കളിക്കാനും ചിരിക്കാനും ഓടി നടക്കാനും സാധിക്കുന്ന മിനി സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ. അവിടെ ഇന്ന് ഉച്ചയ്ക്ക് 3-ന് ശേഷം ഭീകര ആക്രമണം നടത്തപ്പെട്ടു. ആദ്യം നമ്മളൊക്കെ വിചാരിച്ചു ഒരാളെ മരിച്ചോളും. ഇപ്പോൾ വരുന്ന ന്യൂസ് ശരിക്കും ഔദ്യോഗികമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. 27 പേര് മരിച്ചു എന്നാണ് ഇപ്പം അറിയുന്നത്. അതിലൊരു 2 പേര് വിദേശീയരാണ്, ഒരാൾ ആന്ധ്രാക്കാരനാണ്, കുറേ തമിഴ്നാട്ടുകാരുണ്ട്. മരിച്ചവർ ഒരാൾ രാജസ്ഥാൻകാരനാണ് മരിച്ചത്. അതാണ് ആദ്യം സ്ഥിരീകരിക്കപ്പെട്ടത്. ഇപ്പോൾ വന്നേക്കുന്ന 27 പേരെന്നും പിന്നെ അതിൽ കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള വളരെ വേദനാജനകമായ ഒരു അറിയിപ്പാണ് നമുക്കൊക്കെ ലഭിക്കുന്നത്. ഇവിടെ ജമ്മു കാശ്മീർ ഒരു തീർത്ഥാടന പ്രദേശമാണ്. സാധാരണക്കാരന് പെൽഗാം എന്ന് പറയപ്പെടുന്ന സ്ഥലം സാധാരണക്കാരന് എത്തിച്ചേരാൻ സാധിക്കും. വലിയ ചിലവില്ലാതെ എത്തിച്ചേരാൻ സാധിക്കും. ഒന്നുകിൽ അവിടെ പെൽഗാമിലെത്തണമെങ്കിൽ വാഹനമൊന്നും എത്താൻ വലിയ സാധ്യതയില്ല. അവിടെയൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് ചെറുതായിട്ടൊക്കെ അറിയാം. അവിടെ ഒന്നുകിൽ കുതിരപ്പുറത്ത് പോകാം, അല്ലെങ്കിൽ കാൽനടയായിട്ട് പോകാം. സ്വസ്ഥമായി പോയിരിക്കാം. രാത്രിയിലെ ഏറെ രാത്രിയിൽ ഇരിക്കാം. അവിടെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറെ രാത്രി ഇരിക്കും. കാരണം അത് പുൽത്തകടിയാണ്, പ്രകാശമുണ്ട്, നല്ല പ്രകാശമുണ്ട്. അപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ചൂടുള്ളപ്പോൾ ഇവിടെ വലിയ ചൂടില്ലാതിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പെൽഗാം. അപ്പോൾ അവിടെ വന്ന് ഭീകരരെ അറ്റാക്ക് ചെയ്യാം. അവിടെ അമർനാഥ് ക്ഷേത്രമുണ്ട്, ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രമുണ്ട്, ദേവീ ക്ഷേത്രമുണ്ട്, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ സന്ദർശന സമയമാണത്. ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ടെമ്പിൾ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ടെമ്പിൾ ആയിക്കോട്ടെ, ജനങ്ങൾക്ക് വന്ന് കണ്ടിട്ട് പോകരുത്. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം പറയാം. ഈ ഭീകരന്മാർക്ക് ചോറ് കൊടുത്ത് വളർത്തുന്ന ഏത് രാജ്യമാണെങ്കിലും അവനോട് തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യം ഇന്ത്യൻ ഭരണകൂടം കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് പറയാനാണ് ഞാനിത് ഈ വീഡിയോ വന്നത്. കാരണം ഇനി ഇവനെയൊക്കെ വെറുതെ വെച്ച് വിട്ടാൽ പാവപ്പെട്ട മനുഷ്യർ രാജസ്ഥാനിലെ പാറ പൊട്ടിച്ച് അല്ലെങ്കിൽ മാർബിൾ കഷ്ണങ്ങൾ ചിന്തിയെടുത്ത് തമിഴ്നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ വയലിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന പണം ഇതുകൊണ്ട് വന്ന് കാശ്മീരിലെ ജനങ്ങൾക്ക് തീർത്ഥാടനത്തിന് വഴി കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് ഇന്ത്യയെ നശിപ്പിക്കാനല്ലേ? എന്തിനാണ് 0 ടോളറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാർലമെൻറ്റിലൊക്കെ പ്രസംഗിക്കുന്ന കേട്ടല്ലോ. ഇവിടെ ടെററിസത്തിനെതിരെ 0 ടോളറൻസ്. എന്തിനാണ് ഈ ടോളറൻസ് വെച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ത്യൻ ഭരണകൂടത്തോട് എനിക്ക് പറയാൻ അധികാരമൊന്നുമില്ല. എങ്കിലും ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഒരു അഭ്യർത്ഥനയാണ്, ഇങ്ങനെ ഇവനൊക്കെ അന്നം വെച്ച് കൂട്ടി കൊടുക്കുന്നവന്മാരെ വെച്ചേക്കരുത്. ശരിക്കും നമ്മുടെ സഹോദരി രാജ്യങ്ങളാണ് തൊട്ടടുത്തുള്ളത്. ആരെയും കൊല്ലണമെന്നല്ല ഈ പറയണേ. സിവിലിയൻസിനെ നിങ്ങൾ ഒരിക്കലും അറ്റാക്ക് ചെയ്യരുത്. സിവിലിയൻസിനെ അവന്മാർ അറ്റാക്ക് ചെയ്തേക്കുന്നത്. അവിടെ ടൂറിസ്റ്റായിട്ട് വന്നവർ അറ്റാക്ക് ചെയ്തേക്കുന്നത്. ഇത് ശരിയല്ല. പട്ടാളം തമ്മിൽ അടിക്കേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവനെ കൈ തിരിച്ചു പോക്കാൻ അറിയാത്തവനെ അടിക്കാൻ ചെയ്യരുത്. തിരിച്ച് കൈ പൊക്കുന്നവനെ അടിക്കാവൂ. പട്ടാളോട്ട് അടിക്കട്ടെ. അതുകൊണ്ട് ടെററിസ്റ്റിനെ വെച്ച് പൊറിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിൽ പോലും എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാം. ടു ദ ഇന്ത്യൻ പാർലമെൻറ്റ് ഐ ആം സ്പീക്കിംഗ് ആൻഡ് ബെഗിങ് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. Please don't tolerate the terrorist attacks and terrorists of other countries. If they are being feeded by other countries, the sister countries who are being with us, don't forgive to them also. Give strict warning to the rulers of other countries who are our neighbors. They are Muslim, they are Christian, they are Hindu, they are Parsi, they are Sikh, they are Zoroastrian. No concern about that. We should not have a tolerance to these fellows. This is said by Johnson Karoor with very pain and a wounded heart and mind, because we are having the pain, because when one is dying in India out of the attack of terrorists, that is our sister, that is our brother, that is our father, that is our mother. Don't forget that. Johnson Karoor.